അമേരിക്ക പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഡൽഹിയിലും മുംബൈയിലും ബോംബിടും. മേഖലയിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ടെങ്കിലും വിദേശ ആക്രമണമുണ്ടായാൽ പാകിസ്ഥാൻ ഇന്ത്യയെ ലക്ഷ്യമിടുമെന്ന് പറഞ്ഞതിനു ശേഷം ഇന്ത്യയിലെ മുൻ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ അബ്ദുൽ ബാസിദ് നടത്തിയ ഞെട്ടിപ്പിക്കുന്ന പരാമർശങ്ങളാണ് ഇപ്പോൾ നിരവധി പേരെ അമ്പരപ്പിക്കുന്നത്. ഇറാൻ യുദ്ധത്തിനിടയിൽ സംഘർഷങ്ങൾക്ക് അയവില്ലാത്തപ്പോഴും യുഎസിൽ നിന്നും നിലനിൽപ്പിന് ഭീഷണി നേരിട്ടാൽ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് പ്രാദേശിക സുരക്ഷയെക്കുറിച്ച് പുതിയ ആശങ്കകൾ ഉന്നയിക്കുകയും ചെയ്തു. ഒരു സാങ്കല്പിക സംഘർഷത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു ചർച്ചയിൽ സംസാരിക്കവേ ബാസിദ് പറഞ്ഞു, അമേരിക്ക പാകിസ്ഥാനെ ആക്രമിച്ചാൽ നമ്മൾ ഇന്ത്യയെയും മുംബൈയെയും ന്യൂഡൽഹിയെയും രണ്ടാമതൊന്ന് ആലോചിക്കാതെ ആക്രമിക്കേണ്ടി വരും. നമ്മൾ അത് ഉപേക്ഷിക്കില്ല. പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഏറ്റവും മോശം സാഹചര്യമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ അഭിപ്രായം ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെ നേരിട്ട് പരാമർശിച്ചതിനാൽ പെട്ടെന്ന് ശ്രദ്ധ ആകർഷിച്ചു. ബാസിദ് ആ സാഹചര്യത്തെ അസംഭവ്യമാണെന്ന് ആവർത്തിച്ച് വിശേഷിപ്പിച്ചു. അസാധ്യതയിൽ നിന്ന് പോലും അതിനെ വിളിച്ചു. പക്ഷേ അതേ വാദഗതിയിലേക്ക് മടങ്ങി. ആരെങ്കിലും നമ്മളെ മോശം കണ്ണോടെ കണ്ടാൽ ഇന്ത്യയെ എവിടെ വേണമെങ്കിലും ആക്രമിക്കുകയല്ലാതെ പാകിസ്ഥാന് മറ്റു മാർഗമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അത് സംഭവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയും അത് ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് മുംബൈയെയും ന്യൂഡൽഹിയെയും കുറിച്ചുള്ള പരാമർശങ്ങൾ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങി. അത്തരം വാക്കുകൾ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് കാരണമായി. 2014 മുതൽ 2017 വരെ ന്യൂഡൽഹിയിൽ പാകിസ്ഥാന്റെ ഉന്നത നയതന്ത്രജ്ഞയായി സേവനമനുഷ്ഠിച്ചയാളാണ് ബാസിദ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സങ്കീർണമായ ബന്ധങ്ങൾ അടയാളപ്പെടുത്തിയ ഒരു കാലഘട്ടമായിരുന്നു അത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇന്ത്യയുമായി നേരിട്ട് ഇടപഴകിയിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ മുൻകാല പങ്ക് പ്രതികരണത്തിന് പ്രാധാന്യം നൽകി. അഫ്ഗാനിസ്ഥാനുമായുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷം ഉൾപ്പെടെ പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൽ വഷളായ പശ്ചാത്തലത്തിലാണ് ഈ പരാമർശങ്ങൾ. കാബൂൾ, കണ്ടഹാർ, പക്തിക തുടങ്ങിയ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം വ്യോമാക്രമണം നടത്തിയതായി അഫ്ഗാൻ അധികൃതർ ആരോപിച്ചു. പുനരധിവാസ കേന്ദ്രം ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ സ്ഥലങ്ങൾ ആക്രമിക്കപ്പെട്ടതായി താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് ആരോപിച്ചിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം കാര്യമായ നാശനഷ്ടങ്ങളും ആളപായവും ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്വതന്ത്രമായ സ്ഥിരീകരണം പരിമിതമാണ്. പല നിരീക്ഷകർക്കും ഒരു ഊഹാപോഹമായ സാഹചര്യത്തിൽ തുടങ്ങിയത് പ്രാദേശിക സുരക്ഷയെയും മുൻ ഉദ്യോഗസ്ഥർ ഉപയോഗിച്ച ഭാഷയെയും കുറിച്ചുള്ള വിശാലമായ ഒരു സംഭാഷണത്തിലേക്ക് നയിച്ചു. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു സമയത്ത് സാങ്കല്പിക പരാമർശങ്ങൾ പോലും അവയുടെ സാധ്യതയുള്ള ആഘാതത്തെക്കുറിച്ച് ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ഇന്ത്യൻ അധികൃതരിൽ നിന്നും ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ അഭിപ്രായം ഇതിനകം തന്നെ വിവിധ വേദികളിൽ ചർച്ചയ്ക്ക് തുടക്കമിട്ടിട്ടുണ്ട്. അതേസമയം അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ആണവ ഭീഷണി ഉയർത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് പാകിസ്ഥാൻ എന്ന് US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാസ് ബുധനാഴ്ച പറഞ്ഞതിന് പിന്നാലെയാണ് ബാസിദിന്റെ പരാമർശം. റഷ്യ, ചൈന, ഉത്തര കൊറിയ, പാകിസ്ഥാൻ എന്നിവയാണ് യുഎസിന് ഏറ്റവും വലിയ ആണവ ഭീഷണി ഉയർത്തുന്നതെന്നും ഗബ്ബാസ് സെനറ്റ് പാനലിനോട് പറഞ്ഞു. ഇറാൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന മിസൈൽ ശേഷിയെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന ആശങ്കകളും അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.